നമ്മുടെ അനീഷേട്ടൻ രാവിലെ തന്നെ വന്ന് അനിമോളെ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുക്കണം. അനിമോൾ ഒറ്റയ്ക്കിരിക്കായിരുന്നു പുറകിൽ. അനിമോളെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കല്ലേ, എല്ലാവരും അകത്തിരിക്കുന്നുണ്ടല്ലേ, അനിമോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ മനസ്സിന് വിഷമം വരും, ഡിപ്രഷനിലേക്ക് പോകും. ഇത്രയും നാൾ അനിമോൾ എല്ലാവരുടെയും മുൻപിൽ തുള്ളിച്ചാടി നടന്ന ആളായിട്ടല്ലേ നമ്മൾ കണ്ടേക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ അനിമോൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും, നമുക്ക് കാണുന്നവർക്ക് അതൊരു വിഷമമാകും. കാരണം അനീഷേട്ടന് നല്ല വിഷമമുണ്ട്, അതാണ് അനീഷേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനിമോൾ പറയണേ, അനീഷേട്ടൻ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പണ്ടും ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അനീഷേട്ടൻ പറയണം, അങ്ങനെയല്ല അനിമോളെ, അനിമോൾ ഇത്രയും നാളും മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചും കളിച്ച് നടന്നതല്ലേ, ഇപ്പോൾ ആ ഒരു കളിയും ചിരിയൊന്നും ഇല്ലല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ അല്ലേ ഞാൻ അനിമോളെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനിമോൾ പറയണം, ഇത്രയും നാൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവരില്ല, അപ്പോൾ നമ്മളെ അവരെ ഒറ്റപ്പെടുത്താനാണ് നമ്മളെ അവർ നോക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നല്ലേ പറ്റത്തുള്ളൂ. ഇന്നലെ ഒരു രാത്രി കൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും കരഞ്ഞു തീർത്തു. ഇപ്പം എനിക്ക് ആ വിഷമമൊന്നുമില്ല. പക്ഷേ എനിക്ക് അവരുടെ മുൻപിൽ അഭിനയിച്ച് നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സിൽ കുറച്ച് സങ്കടമുണ്ട്. ആ സങ്കടം വെച്ചിട്ട് എനിക്ക് അവരുടെ മുൻപിൽ പോയിട്ട് അഭിനയിച്ച് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല അനീഷേട്ട എന്നുള്ള രീതിയിൽ അനിമോൾ പറയുന്നുണ്ട്. നമ്മുടെ അനീഷേട്ടനാണ് അനിമോൾക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നതും. പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാരും കൂടെ ഒക്കെ അനിമോളുടെ കൂടെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് കേട്ടോ. നെവിനൊക്കെ നല്ല രീതിക്ക് വന്ന് അനിമോളുടെ അടുത്ത് മിണ്ടുന്നുണ്ട്.